Hello, welcome to Rid Short Talks. സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ആ നിഫ്റ്റി 50യുടെ ഒരു വിശകലനമാണ്. അതെ, ജൂലൈ 14 മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, പിന്നെ ജൂലൈ 15 എന്തൊക്കെ സൂചനകളാണ് കിട്ടുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അല്ലേ? തീർച്ചയായും. ശരി. അപ്പോ നിങ്ങൾ അയച്ച 15 മിനിറ്റ് ചാർട്ട്, അതിലെ ഇന്നലെ എന്താ പ്രധാനമായിട്ടും കണ്ടത്? ഒരു ഇറക്കത്തിന്റെ ഒരു ട്രെൻഡ് ആണല്ലോ ആദ്യം കാണുന്നത്. അതെ, കറക്റ്റ് ആണ്. ജൂലൈ 14 നോക്കിയാൽ അതൊരു വ്യക്തമായ ഡൗൺ ട്രെൻഡ് തന്നെയായിരുന്നു. ആ ചാർട്ടിൽ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഹൈസും പിന്നെ ലോവർ ലോസും, അതായത് താഴ്ന്ന ഹൈകളും താഴ്ന്ന ലോകളും ഉണ്ടാക്കുന്നുണ്ട്. ശരി ശരി. അപ്പോ ഇത് വിൽപ്പനക്കാരുടെ, അതായത് ബെയേഴ്സിന്റെ ഒരു ശക്തി അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദിവസത്തിന്റെ അവസാനം ഏകദേശം 24,900 ആ ഒരു ലെവൽ ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ തിരിച്ചുകയറ്റം, ഒരു ബൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഹോ, ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ആ RSI ഇൻഡിക്കേറ്ററും കുറച്ചധികം താഴ്ന്നിട്ട് ഏകദേശം 33 എത്തിയിട്ട് പിന്നെ 50 മുകളിലേക്ക് തിരിച്ചു കയറിയെന്നും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് സൈൻ അല്ലേ? അതെ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. RSI 50 കിടക്കുന്നത് നമ്മൾ സാധാരണയായി സ്ട്രെങ്ത് കൂടുന്നതിന്റെ ലക്ഷണമായിട്ടാണ് കാണാറ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ അവസാന മണിക്കൂറുകളിൽ ഉണ്ടായ ആ ഒരു കയറ്റം, അതില് വോളിയം, അതായത് ട്രേഡിംഗിന്റെ അളവ് അത് വളരെ കുറവായിരുന്നു. നിങ്ങൾ തന്ന ഡേറ്റയിലും അത് കാണാം. ഇത് സാധാരണഗതിയില് എന്താ പറയാ, ആ ഒരു മുന്നേറ്റത്തിൽ വാങ്ങുന്നവർക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഇല്ല എന്നതിന്റെ സൂചനയാണ്. മനസ്സിലായി. ഒരു വീക്ക് പുൾ ബാക്ക് പോലെ. അതെ, ഒരു ദുർബലമായ പുൾ ബാക്ക് ആയിരിക്കാം. അപ്പോ ശരി, ആ വോളിയം കുറവായതുകൊണ്ട് ആ കയറ്റത്തിന് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇന്നലെ ആ ബേഴ്സിന്റെ ഒരു ആധിപത്യം വെച്ച് നോക്കുമ്പോ നാളേക്ക്, അതായത് ജൂലൈ 15 ഒരു ഷോർട്ട് ട്രേഡിമാണോ സാധ്യത കൂടുതൽ? നിങ്ങൾ നൽകിയ ആ അനാലിസിസ് വെച്ച് നോക്കുമ്പോ സാധ്യതയുണ്ട്. അതായത് വില ഒന്നുകൂടെ മുകളിലേക്ക് കയറി മുൻപ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്ന ആ ഏരിയ, ഏകദേശം 25,120 തൊട്ട് 25,150 വരെയുള്ള ആ ഒരു സോൺ ഉണ്ടല്ലോ, ആ ഒരു റെസിസ്റ്റൻസ് സോൺ. അതെ, ആ സോണിലേക്ക് തിരികെ എത്തിയാൽ അവിടെ ഒരു ഷോർട്ട് എൻട്രിക്ക് സാധ്യതയുണ്ട്. ശരി. അപ്പോ അവിടെ എൻട്രി എടുക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഒക്കെ എവിടെ വെക്കാം? ഏറ്റവും പ്രധാനം കൺഫർമേഷൻ ആണ്. ആ സോണിൽ വില എത്തിയിട്ട് അവിടെ ഒരു വീക്ക്നെസ് കാണിക്കണം. ഓക്കെ. ഉദാഹരണത്തിന് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് കാൻഡിൽ അല്ലെങ്കിൽ ഒരു പിൻ ബാർ പോലെ എന്തെങ്കിലും വന്നാൽ അതൊരു സെൽ സിഗ്നൽ ആയിട്ട് എടുക്കാം. ശരി. അങ്ങനെ വന്നാൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏകദേശം 25,200 മുകളിൽ വെക്കാം. അതായത് തൊട്ടു മുമ്പത്തെ ആ സ്വിംഗ് ഹൈ ഉണ്ടല്ലോ, അതിന്റെ മുകളില്. ഓക്കെ. ആദ്യത്തെ ടാർഗറ്റ് ഒരു 24,950, പിന്നെ അടുത്തത് 24,880, അതായത് മുൻപ് സപ്പോർട്ട് എടുത്ത ആ ഒരു ലെവല്. മനസ്സിലായി. ശരി. ഇനിയിപ്പോ മാർക്കറ്റ് തിരിഞ്ഞു കയറുകയാണെങ്കിലോ, ഒരു ലോങ് സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? അതിനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കണം. ഈ 25,150 എന്ന ലെവല് അതിപ്പോ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ ആണല്ലോ. അതെ. അതിന് മുകളിലേക്ക് വില നല്ല ശക്തിയോടെ ബ്രേക്ക് ചെയ്യണം. വെറുതെ ബ്രേക്ക് ചെയ്താൽ പോരാ, അവിടെ പിടിച്ചു നിൽക്കണം, സസ്റ്റെയിൻ ചെയ്യണം. ശരി. അപ്പൊ എൻട്രിയും മറ്റും എങ്ങനെയാവും? വില 25,150 കടന്നു, എന്നിട്ട് ഒരു പക്ഷേ ചെറുതായി താഴെ വന്ന് ആ ലെവലിൽ തന്നെ ഒന്നുകൂടി തട്ടി സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം. നമ്മൾ റീടെസ്റ്റ് ആൻഡ് കൺഫർമേഷൻ എന്നൊക്കെ പറയില്ലേ, അതെ. അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയാൽ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ. സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ് ഏകദേശം 25,050 താഴെയായിട്ട് വെക്കേണ്ടി വരും. ടാർഗറ്റുകൾ ഒരു 25,280, അത് കഴിഞ്ഞാൽ 25,360 എന്ന രീതിയിൽ നോക്കാം. ഇവിടെയും കൺഫർമേഷൻ പ്രധാനം തന്നെ. നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ കിട്ടണം, RSI ഒരു 55-60 ലെവലിന് മുകളിലേക്ക് പോകണം, പിന്നെ വോളിയം കൂടുന്നുണ്ടോ എന്നും നോക്കണം. ശരിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ മുകളിൽ 25,150 താഴെ 24,900. അതെ. ഇതിന്റെ ഇടയിലുള്ള കളിയിൽ RSIയും വോളിയവും നോക്കിയിരിക്കണം അല്ലേ? തീർച്ചയായും. RSI ഇപ്പോ ഏകദേശം 50 നിൽക്കുകയാണ്. അത് ചിലപ്പോ ഈ 50-55 സോണിൽ തട്ടി താഴേക്ക് തന്നെ വരാം. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ആ ഇറക്കം തുടരാൻ സാധ്യതയുണ്ട്. ഓക്കെ. മറിച്ച് 55-60 മുകളിലേക്ക് നല്ല ശക്തിയോടെ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോങ് ട്രേഡിനുള്ള സാധ്യത കൂടും.
വളരെ ക്ലിയറായി. അപ്പൊ ഇന്നലത്തെ ആ ഒരു ഡൗൺ ട്രെൻഡ്, പിന്നെ അവസാനം കണ്ട വോളിയം കുറഞ്ഞ പുൾ ബാക്ക്, നാളത്തേക്കുള്ള ട്രേഡിംഗ് സാധ്യതകൾ, ഷോർട്ട് ആണെങ്കിലും ലോങ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ലെവൽസ്, കൺഫർമേഷൻ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. അതെ, നിങ്ങളുടെ ഈ വിശകലനം ജൂലൈ 14 ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്ലാൻ തരുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് തരുന്ന സിഗ്നൽ, ആ കൺഫർമേഷനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുന്നതാണ് ബുദ്ധി. ശരിയാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കൂ. ഇന്നലെ ദിവസാവസാനം നമ്മളൊരു ചെറിയ റാലി കണ്ടു, പക്ഷെ വോളിയം തീരെ കുറവായിരുന്നു. അതൊരു വീക്ക് സിഗ്നൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാളത്തെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈ ഒരു ദുർബലമായ ബുള്ളിഷ് സിഗ്നലിനെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കണോ, അതോ നിലവിലുള്ള ആ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടല്ലോ അതിന് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ? ഇതിൽ ഏത് അപ്രോച്ചായിരിക്കും കൂടുതൽ നല്ലത്? ഇതൊന്ന് നിങ്ങൾ സ്വന്തമായി ഒന്ന് ആലോചിച്ച് നോക്കൂ.